Okay, good morning, children. Next topic, if there is no water. If there is no water. ഇവിടെ ജലം ഇല്ല എങ്കിൽ, ഇവിടെ വെള്ളം ഇല്ല എങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ? Just imagine a situation without water. Dried up agricultural fields, wells, rivers, ponds. നമുക്കൊക്കെ അറിയാമല്ലേ, സമ്മർ സീസൺ ആകുമ്പോൾ നമുക്കൊക്കെ അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു സിറ്റുവേഷനാണത് അല്ലേ? എന്താണ്? ജലം ഇല്ലാതാവണ അവസ്ഥ, വെള്ളവും അതുപോലെ തന്നെ നമ്മളെ കിണറുകളും പുഴകളും ഒക്കെ വറ്റി വരേണ്ട ഒരവസ്ഥ എന്തായിരിക്കും? ജസ്റ്റ് ഇമാജിൻ ദാറ്റ് സിറ്റുവേഷൻ. എങ്ങനെയായിരിക്കും? അഗ്രികൾച്ചറൽ ഫീൽഡ്സൊക്കെ നമ്മളെ പാടങ്ങളും പറമ്പുകളൊക്കെ ഉണങ്ങിപ്പോവും. മണ്ണൊക്കെ ഉണങ്ങി ജലമില്ലാഞ്ഞിട്ട് അല്ലേ, വെള്ളമൊന്നും കിട്ടാഞ്ഞിട്ട്, മഴ കിട്ടാത്തതുകൊണ്ട് ഭൂമിയൊക്കെ വറ്റി വരണ്ട് പോവും. അതുപോലെ തന്നെ കിണറുകൾ വറ്റും, റിവേഴ്സുകളിലൊന്നും വെള്ളമില്ലാതാവും, പോൺസിലും ഒന്നും എവിടെയും ജലമില്ലാത്തൊരവസ്ഥ വരും. ഡ്യൂറിങ് എക്സ്ട്രീം സമ്മർ certain regions experience severe water scarcity. നല്ല വേനലാവുമ്പോൾ നമ്മുടെ അവിടെ ഉണ്ടാവാറുണ്ട്. സമ്മർ സീസൺ ആകുമ്പോൾ എന്തെല്ലാം വറ്റി വരണ്ടെന്ന് വാട്ടർ സ്കേഴ്സിറ്റി പല സ്ഥലങ്ങളിലും ഉണ്ടാവും. വാട്ടർ സ്കേഴ്സിറ്റി എന്താണെന്നറിയില്ലേ? വാട്ടർ ഇല്ലാത്ത, വെള്ളം നമ്മുടെ ഉപയോഗങ്ങൾക്കനുസരിച്ച് കിട്ടാൻ പറ്റാത്തൊരവസ്ഥ. Haven't you seen in newspapers report and pictures of people suffering due to the scarcity of even drinking water? ഈ സമ്മർ സീസൺ ആകുമ്പോൾ നമ്മൾ പേപ്പർ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാമല്ലേ, അവിടെയും ഇവിടെയൊക്കെ വെള്ളത്തിന് ക്യൂ നിൽക്കുന്ന ആളുകൾ, വെള്ളത്തിന് തല്ലുകൂടുന്ന ആളുകൾ. എന്തുകൊണ്ടാണ്? ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിട്ടാത്ത അവസ്ഥ വരെ പല ഭാഗങ്ങളിലും ഉണ്ടാവും. അത് നമ്മളങ്ങനത്തെ പിക്ചേഴ്സ് കണ്ടിട്ടില്ലേ? അവരൊക്കെ എന്താണ്? വാട്ടർ സ്കേഴ്സിറ്റി കൊണ്ട് സഫർ ചെയ്യുന്ന പീപ്പിൾസാണത്. അവർക്ക് പിന്നെ ഒരു നേരത്തെ ഭക്ഷണം പാകം ചെയ്യാൻ അല്ലെങ്കിൽ കുടിക്കാൻ പോലും വെള്ളം കിട്ടാതെ, ഈവൻ ഡ്രിങ്കിങ് വാട്ടർ സ്കേഴ്സിറ്റി, വെള്ളം കുടിക്കാൻ പോലും എന്ത് കിട്ടണില്ല, അത് സൗകര്യമില്ലാത്തൊരവസ്ഥ. അങ്ങനെയുള്ള സ്ഥലങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്. Have you ever experienced water scarcity in your locality? നമ്മളെ ലൊക്കാലിറ്റിയിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? നമ്മളെ ഈ ഭാഗങ്ങളിലൊക്കെ വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാവാറുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു കുടിക്കാൻ കിട്ടാത്ത അവസ്ഥയൊന്നും നമുക്കൊന്നും വന്നിട്ടില്ല അല്ലേ? പക്ഷേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അങ്ങനത്തെ അവസ്ഥകളുണ്ട്. അതായത് വെള്ളം കുടിക്കാൻ കിട്ടാൻ പോലും കിട്ടാത്തൊരവസ്ഥ ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ വാട്ടർ പ്രിസേർവ് ചെയ്ത് വെക്കണം. അതായത് പാഴാക്കി കളയരുത്, വേസ്റ്റാക്കി കളയരുത്. നമ്മൾ കുളിക്കുമ്പോൾ, പാത്രം കഴുകുമ്പോൾ, അങ്ങനെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം അല്ലേ? അധികം വെറുതെ പാഴാക്കി കളയാൻ പാടില്ല, വേസ്റ്റാക്കി കളയാത്ത രീതിയിൽ നമ്മൾ വാട്ടറിൻ്റെ ഉപയോഗം നടത്തണം. വീടുകളിലും നാടുകളിലൊക്കെ നടത്തണം. എന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? വാട്ടർ പ്രിസേർവ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ സ്വന്തം കിണറാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? ജലം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചുപയോഗിക്കണം. എന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യില്ല, സമ്മർ സീസണൊക്കെ വരുമ്പോൾ സൂക്ഷിച്ചു വെച്ച ജലം നമുക്കുണ്ടാവും അല്ലേ? അപ്പോൾ എന്താണ്? വാട്ടർ ഈസ് വെരി പ്രീഷ്യസ്. അപ്പം നെക്സ്റ്റ് അതാണ് പ്രീഷ്യസ് വാട്ടർ. വില മതിക്കാനാവാത്തതാണ് ജലം എന്ന് പറയുന്നത് പ്രീഷ്യസ്. അപ്പോൾ എന്ത് പ്രീഷ്യസ് ആയിട്ടുള്ള പല മെറ്റൽസും പല സാധനങ്ങളുണ്ട്, ഇതൊക്കെ നമുക്ക് കാശ് കൊടുത്താൽ വാങ്ങാൻ കിട്ടും. പക്ഷേ വാട്ടർ സ്കേഴ്സിറ്റി അനുഭവിക്കുമ്പോൾ വാട്ടർ കുപ്പികളിൽ കിട്ടുകയാണെങ്കിൽ പോലും ഇല്ലാത്തൊരവസ്ഥ വന്നാൽ അതും കിട്ടുമോ? ഇല്ല. അപ്പോൾ എന്താണ് നെക്സ്റ്റ് ടോപ്പിക്ക്? പ്രീഷ്യസ് വാട്ടർ. You may have seen such situations where precious water is wasted, haven't you? Look at that picture. Yes. എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റണത് അവിടെ? There are two women. അവരെന്താ ചെയ്യുന്നത്? they are chit chatting others. അവർ
കെയർലെസ് ആയിട്ട് നിൽക്കുകയാണ്. അവർ തമ്മിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ വാട്ടർ വേസ്റ്റായി പോണത് അവർ കാണുന്നില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് പല വീടുകളിലും പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. യു മേ ഹാവ് സീൻ സച്ച് സിറ്റുവേഷൻസ്. നിങ്ങളും കണ്ടിട്ടുണ്ടാവാം അല്ലേ. ഇങ്ങനത്തെ പ്രീഷ്യസ് വാട്ടർ വേസ്റ്റ് ചെയ്യണ പല സന്ദർഭങ്ങളും പല സ്ഥലങ്ങളിലും നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? അതൊക്കെ പറഞ്ഞു കൊടുക്കണം. അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. അത് നിർത്തിയിട്ട് അവർക്ക് വർത്താനം പറഞ്ഞാൽ പോരല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണം നമ്മൾ. കുട്ടികളാണെങ്കിലും നമ്മളെന്ത് ചെയ്യണം? ആര് വാട്ടർ വേസ്റ്റ് ആക്കുന്നത് കണ്ടാലും നമ്മളെന്ത് ചെയ്യണം? അവരെ വാൺ ചെയ്യണം. വാട്ട് ആർ ദ അതർ സിറ്റുവേഷൻസ് വേർ വാട്ടർ ഈസ് വേസ്റ്റഡ്? ഇതുപോലെ വാട്ടർ വേസ്റ്റ് ആക്കുന്ന പല സന്ദർഭങ്ങളും നമ്മളെ വീടുകളിലും നമ്മളെ ചുറ്റുവട്ടങ്ങളിലും നമുക്ക് കാണാം. വേറെ സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ടാങ്ക്സ് ഓവർഫ്ലോയിങ്. മോട്ടറിൻ്റെ സ്വിച്ച് ഇട്ടാൻ പോവില്ലേ. അതങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നുണ്ടാവും. നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്? അത് ഓവർഫ്ലോ ഇതങ്ങനെ പോകും. എത്ര വെള്ളമാണ് നഷ്ടമായി പോണത്. അപ്പോൾ ടാങ്ക്സ് ഓവർഫ്ലോയിങ്. നമ്മളെ ടാങ്ക് എന്ത് ഓവർഫ്ലോ ചെയ്ത് പോണത്. ടാങ്ക് നിറഞ്ഞ് ഒഴുകി പുറത്തേക്ക് പോവുക. അതാണ് ഓവർഫ്ലോയിങ്. ഒരു സിറ്റുവേഷൻ അതും എന്താണ്? പ്രീഷ്യസ് വാട്ടർ വേസ്റ്റ് ആവുന്ന ഒരു സിറ്റുവേഷനാണ്. നെക്സ്റ്റ്, ലീക്കിംഗ് ടാപ്സ്. പല വീടുകളിലുണ്ടാവും ടാപ്പ് ലീക്കായി തുടങ്ങിയിട്ടുണ്ടാവും. അത് എന്ത് ചെയ്യില്ല, കെയർ ചെയ്യൂല അല്ലേ. കെയർ ചെയ്യാത്ത ഓരോ തുള്ളി വെള്ളവും എന്താണ്? അമൂല്യമാണ്. ഈവൻ എ ഡ്രോപ്പ് ഈസ് ആൾസോ പ്രീഷ്യസ്. ഒരു തുള്ളിയല്ലേ പോകണമെന്നില്ല, പല തുള്ളി പെരുവെള്ളം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ. ഓരോ തുള്ളി ഇങ്ങനെ പോയി 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 അവസാനം എല്ലാം കൂടെ ഒന്നിച്ച് പോവില്ലേ. അപ്പോൾ ലീക്കിംഗ് ടാപ്സൊക്കെ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. അപ്പോൾ വേറൊരു സിറ്റുവേഷനാണ് വാട്ടർ വേസ്റ്റ് ആക്കുന്നതിന് ലീക്കിംഗ് ടാപ്സ്. നെക്സ്റ്റ്, ലീവിങ് ദ ഷവർ ഇൻ ബാത്റൂംസ് അൺനെസസറിലി ഓപ്പൺ. ലീവിങ് ദ ഷവർ, ബാത്റൂമുകളിലുള്ള ഷവർ എന്ത് ചെയ്യും? തുറന്നിട്ട് പോവും. അൺനെസസറിലി ഓപ്പൺ തുറന്നിട്ട് ഇങ്ങനെ സോപ്പൊക്കെ തേച്ച് കഴിയോളോ ചിലപ്പോൾ അതങ്ങനെ വെറുതെ തുറന്നിടും അല്ലേ. അതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ യൂസ് ചെയ്യണ സമയത്ത് മാത്രം തുറക്കുക. അത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യും വേണം. ബാത്റൂമിലെ ഷവർ പലതിനും. അപ്പോൾ ഒരു കുട്ടി അതിൽ നോക്കിയേ എന്താ ചെയ്യുന്നത്? ബ്രഷ് ചെയ്യാണ്. ബ്രഷ് ചെയ്യുമ്പോഴും ആ ടാപ്പ് എന്ത് ചെയ്തിരിക്കുക? ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത്. അത് കഴിയോളം അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടിരിക്കണം. സ്വഭാവം പലർക്കും ഉണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാത്രം എന്ത് ചെയ്യുക? വെള്ളം തുറന്ന് വിടുക, തുറന്നെടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് അപ്പം തന്നെ എന്ത് ചെയ്യണം? ടാപ്പാണെങ്കിലും ഷവറാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അത് ഓഫാക്കിയിട്ട് ഇടണം. ലീക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പല സിറ്റുവേഷൻസ് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസാണ്. ഇതൊക്കെ എന്ത് ചെയ്യുക? നല്ലപോലെ കെയർ ചെയ്യുക. ദെൻ ലുക്ക് അറ്റ് ദാറ്റ് ബോക്സ്. ഡ്രിങ്കിങ് വാട്ടർ ഫോർ സെയിൽ. അപ്പം അങ്ങനെയും തുടങ്ങിയില്ലേ. പണ്ടൊന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഇത്. എന്താണ്? ബിസ്ലറി വാട്ടർ എല്ലാവരും കുടിക്കാറുണ്ടാവും അല്ലേ. അങ്ങനെ പല കമ്പനികളും ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പല ബ്രാൻഡഡ് നെയിമുകളിലും വെള്ളം കൂടിയും കുപ്പികളിൽ വിൽപ്പനയ്ക്ക് വരാൻ തുടങ്ങി. ഡ്രിങ്കിങ് വാട്ടർ ഫോർ സെയിൽ. വി ടു ഹാവ് റീച്ച്ഡ് ദ സിറ്റുവേഷൻ ഓഫ് ബീയിങ് ഫോഴ്സ്ഡ് ടു ബൈ പ്യുവർ വാട്ടർ ഫോർ ഡ്രിങ്കിങ്. പല സ്ഥലങ്ങളിലും ശുദ്ധജലം കിട്ടാനില്ല. അതായത് പ്യുവർ വാട്ടർ കിട്ടാനില്ല. അതായത് പല കായലുകളും മലിനമാണ്. അതായത് ലേക്ക്, റിവേഴ്സ്, പോൺസ്, അങ്ങനെ അതായത് നമ്മൾ പറഞ്ഞു പല വാട്ടർ സോഴ്സസും ഉണ്ടെന്ന് അല്ലേ. ഈ വാട്ടർ സോഴ്സസ് തന്നെ മനുഷ്യൻ തന്നെ എന്ത് ചെയ്ത് ഇരിക്കുകയാണ്? മലിനമാക്കിയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇംപ്യുവർ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും ഇവിടുന്നുകളിലൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? പ്യുവർ വാട്ടർ മെഷീനറി ഉപയോഗിച്ച് വാട്ടറിനെ പ്യുവർ ചെയ്തിട്ടാണ് ഈ കുപ്പികളിൽ വരുന്നത് എന്നാണ് പറയുന്നത്. ബോട്ടിലുകളാക്കി വരും. അപ്പോൾ പല സ്ഥലങ്ങളും കുടിക്കാനില്ലാത്ത അവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യും? അവരവസാനം എന്ത് ചെയ്യും? ഈ ബോട്ടിൽ വാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ അവർക്ക് വരികയാണ്. വി ടു ഹാവ് റീച്ച്ഡ്, നമ്മൾ എത്തിച്ചേർന്നു എവിടേക്ക്? ദ സിറ്റുവേഷൻ ഓഫ് ബീയിങ് ഫോഴ്സ്ഡ് ടു ബൈ പ്യുവർ വാട്ടർ ഫോർ ഡ്രിങ്കിങ്. അതായത് നല്ല വാട്ടർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളും വാങ്ങിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മളും എത്തിച്ചേർന്നു. ഇൻ സിറ്റീസ് പ്യുവർ വാട്ടർ ഈസ് carried through pipelines.
We have to pay for this on the basis of the quantity of water used. We must ensure water. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? സിറ്റികളിലൊക്കെ എങ്ങനെയാണ്? വെല്ലുകളുണ്ടാവില്ല, ഞാൻ പറഞ്ഞു സിറ്റികളിലൊക്കെ വലിയ വലിയ ഫ്ലാറ്റ്സും കുറേ വീടുകളും ഉണ്ടാവില്ലേ, തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളാവും. അവിടേക്കൊക്കെ പ്യുവർ വാട്ടർ എങ്ങനെയാണ് എത്തിക്കുക? പൈപ്പ് വഴിയാണ്. പൈപ്പ് വഴി ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാവും അല്ലേ? ഓരോ പിന്നെ ചില എന്താ പറയുക, വില്ലകളൊക്കെ ഒന്നിച്ച് നിൽക്കുന്ന സ്ഥലം, ചില ചേരികൾ, തെരുവുകളിൽ അവിടെയൊക്കെ ഒറ്റ പൈപ്പൊക്കെ ഉണ്ടാവുള്ളൂ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ. അവിടേക്ക് എങ്ങനെയാണ് വെള്ളം എത്തുന്നത്? പൈപ്പ് ലൈൻ വഴി എത്തും. അവർക്ക് പ്യുവറായിട്ടുള്ള വാട്ടർ ആക്കിയിട്ട് കൊടുക്കുന്നതാണത്. ഇംപ്യുവർ ആയിട്ടുള്ള സ്ഥലത്തു നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ റിവേഴ്സിൽ നിന്നൊക്കെ എടുത്ത് അതിനെ ശുദ്ധീകരിച്ചിട്ടാണ് അവർക്ക് എത്തിക്കുക. പക്ഷേ ഈ എത്തിക്കണവും പല സ്ഥലങ്ങളിലും വി ഹാവ് ടു പേ ഫോർ ദിസ് ഓൺ ദ ബേസിസ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ യൂസ്ഡ്. ഓരോരുത്തരും എടുക്കുന്ന വെള്ളത്തിനനുസരിച്ച് അവർ എന്ത് ചെയ്യേണ്ടി വരും? പേ ചെയ്യേണ്ടി വരും ചില സ്ഥലങ്ങളിൽ. ഈ കൊച്ചി പോലത്തെ പല ഫ്ലാറ്റുകളിലും അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളത്തിനൊക്കെ കാശ് കൊടുക്കണം. അതായത് ഓരോ ദിവസം എത്ര ലിറ്റർ വെള്ളമാണ് കുളിമുറിയിലേക്ക് എടുക്കുന്നത്, കിച്ചണിലേക്ക് എടുക്കുന്നത് കണക്കുണ്ടാവും അവർക്ക്. വി വാണ്ട് ടു പേ ഫോർ ദാറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദ വാട്ടർ വി യൂസ്ഡ്. നമ്മൾ എത്ര വെള്ളം എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? കാശടക്കണം. വി മസ്റ്റ് എൻഷുർ വാട്ടർ കൺസർവേഷൻ ബൈ കൺട്രോളിങ് ദ യൂസ് ഓഫ് വാട്ടർ ആൻഡ് പ്രിവെൻറ്റിങ് വാട്ടർ പൊള്യൂഷൻ. നമുക്കിത് എങ്ങനെയൊക്കെ നമുക്ക് ഈ പിന്നെ ജലം നമ്മുടെ ഭൂമിയിൽ നിയന്ത്രിച്ച് നിർത്താം? അതിനെന്തൊക്കെ നമ്മൾ ചെയ്യണം? ഇംപ്യൂർ ആവാതെ നോക്കുക. ഒന്ന്, പ്യുവർ വാട്ടർ, അതായത് ജലം എന്ത് ചെയ്യണം? വാട്ടർ പൊള്യൂഷൻ ഇല്ലാതെ അതിനെ തടയാം, പ്രിവെൻറ്റ് ചെയ്യാം. അതായത് നമ്മൾ പറഞ്ഞു പല സ്ഥലങ്ങളിലും വായു മലിനമായ പോലെ തന്നെ ജലവും മലിനമായിട്ടുണ്ട്. അപ്പോൾ മലിനമാക്കുന്നതിനെ തടയുക, പ്രിവെൻറ്റിങ് വാട്ടർ പൊള്യൂഷൻ. പിന്നെയോ കൺസർവേഷൻ ബൈ കൺട്രോളിങ് ദ യൂസ് ഓഫ് വാട്ടർ. വാട്ടർ കൺസേർവ് ചെയ്ത് വെക്കുക. ഇങ്ങനെ മലിനമാക്കി കളയാതെ അല്ലെങ്കിൽ വേസ്റ്റാക്കി കളയാതെ വാട്ടർ എന്ത് ചെയ്യണം? വാട്ടറിൻ്റെ യൂസസൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തുക. അപ്പം നമുക്ക് കൺസേർവ് ചെയ്യാൻ കഴിയും. നമുക്ക് എന്ത് ചെയ്യാം? അതിനെ എടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അത് എടുത്ത് പൂട്ടിവെക്കുകയല്ല. അതിൻ്റെ ഉപയോഗം നമ്മൾ എന്ത് ചെയ്യുക? നല്ലപോലെ ശ്രദ്ധിച്ച് പ്രീഷ്യസ് വാട്ടറാണ് എന്നുള്ള ഒരു ഓർമ്മയിൽ നമ്മളതിനെ ചിലവാക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വാട്ടറിനെ കൺസേർവ് ചെയ്ത് വെക്കാൻ കഴിയും. ഇതാണ് ആ ബോക്സിൽ പറയണത്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നമ്മൾ വാട്ടർ പ്രീഷ്യസ് ആണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ വാട്ടർ കൺസേർവ് ചെയ്ത് വെക്കണം എന്നൊക്കെ പഠിച്ചു. പിന്നെ വേസ്റ്റ് ആക്കരുത്, വാട്ടർ വേസ്റ്റ് ആക്കുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയെന്ന് നോക്കി. പക്ഷെ നമ്മുടെ വകയായിട്ട് നമ്മൾ പലതും ചെയ്യണം അല്ലേ? എന്തുകൊണ്ടാണ്? വാട്ടർ ഈസ് വെരി പ്രീഷ്യസ് ആൻഡ് ഇറ്റ് ഈസ് ആൾസോ എസെൻഷ്യൽ ഫോർ അവർ ഹെൽത്ത്. നമ്മൾ പ്യുവർ വാട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽത്തിനെ അത് ബാധിക്കും അല്ലേ? പ്യുവർ വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ അസ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് കൂടെ നോക്കുക. വാട്ടർ കൺസേർവ് ചെയ്യാൻ മൈ റൈറ്റ് ആൻഡ് റോങ് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തണം. നമ്മൾ ഏതൊക്കെയാണ് ശരിയും ഏതൊക്കെയാണ് തെറ്റും ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് മനസ്സിലാക്കിയിട്ട് പെരുമാറണം. അപ്പോഴേ നമ്മളും വാട്ടർ കൺസർവേഷനിൽ പങ്കാളികളാവുള്ളൂ അല്ലേ? അപ്പോൾ അതിന് എന്തൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? മൈ റൈറ്റ് ആൻഡ് റോങ്. നമ്മൾ എന്തൊക്കെയാണ് ശരിയായി ചെയ്യേണ്ടത്, നമ്മൾ എന്തൊക്കെയാണ് തെറ്റായി ചെയ്യുന്നത് നമ്മൾ റിയലൈസ് ചെയ്യണം ആദ്യം. എന്തൊക്കെയാണ് ഫസ്റ്റ് പറയുന്നത്? ഐ ഡു നോട്ട് ലീവ് ദ ടാപ്പ് ഓപ്പൺ വൈൽ ബ്രഷിങ് ടീത്ത്. അത് ഉറപ്പിക്കണം ആദ്യം. ഇനി മുതൽ എന്ത് ചെയ്യണം? ഐ ഡു നോട്ട് ലീവ് ദ ടാപ്പ്. ഞാൻ ലീവ് ചെയ്യും, ടാപ്പ് വെറുതെ തുറന്നിടൂല. എപ്പോൾ? ഓപ്പൺ വൈൽ ബ്രഷിങ് ടീത്ത്. നമ്മൾ പല്ല് തേക്കുമ്പോൾ നമ്മൾ തന്നെ സ്വയം ഉറപ്പിക്കണം ടാപ്പ് തുറന്നിടൂല എന്ന്. എന്നിട്ട് എന്ത് ചെയ്യാം? അവിടെ തുറന്നിടൂല എന്ന് ഉറപ്പ് കൊടുത്താൽ നമ്മൾ ടിക്കിടാം അല്ലേ? നെക്സ്റ്റോ ഐ ക്ലോസ് ദ ടാപ്സ് വെൻ ഐ സീ ദം ലെഫ്റ്റ് ഓപ്പൺ. ആരെങ്കിലും അടക്കാതെ പോയാലും നമ്മളെന്ത് ചെയ്യണം? ആരെങ്കിലും അത് ഓപ്പൺ ആക്കിയിട്ട് പോവുക, ഏതെങ്കിലും ടാപ്പ്, നമ്മളെന്ത് ചെയ്യണം? അത് ക്ലോസ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പം നമ്മളാണ് ശരി ചെയ്യുന്നത് അല്ലേ? അവിടെ ടിക്കിടുക. ഐ യൂസ് ദ വാട്ടർ യൂസ് ഇറ്റ് ഫോർ വാഷിംഗ് വെസൽസ്. ഐ യൂസ് ദ വാട്ടർ യൂസ് ഇറ്റ് ഫോർ വാഷിംഗ് വെസൽസ്
to water the vegetable garden and flower garden. ഏത് വാട്ടറാണ് നമ്മൾ ഇതിനൊക്കെ യൂസ് ചെയ്യേണ്ടത്? നമ്മൾ പാത്രം കഴുകിയ വെള്ളങ്ങളുണ്ടാവും, അതൊക്കെ ഒരു വെറുതെ കളയാതെ എന്ത് ചെയ്യണം, നമ്മുടെ വെജിറ്റബിൾ ഗാർഡനും ഫ്ലവർ ഗാർഡനൊക്കെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ? ഈ വെസൽസ് വാഷ് ചെയ്യണ, പാത്രങ്ങൾ വാഷ് ചെയ്യണ വെള്ളം എന്ത് ചെയ്യണം, അതെടുത്ത് വെച്ചിട്ട് ഇതിനൊക്കെ കൊണ്ടുപോയി പാർന്നു കൊടുക്കുക. അപ്പോഴെന്താണ്, നമ്മൾ ആ വെറുതെ വെള്ളം അങ്ങോട്ട് എന്ത് ചെയ്യും, ഭൂമിക്ക് ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല അല്ലേ? അതെന്ത് ചെയ്യും, പ്ലാന്റ്സിനും കൂടെ കിട്ടും. അപ്പോൾ നമ്മൾ എന്താണ്, വാട്ടർ കൺസേർവ് ചെയ്ത് വെക്കുകയാണ്, വേറെയുള്ള ആളുകൾക്കും അത് യൂസ് ചെയ്യാൻ കൊടുക്കുകയാണത്. അതും ഒരു ശരിയായ കാര്യമാണ്. അപ്പോൾ അതും ചെയ്യാം. I say no when I see people wasting water. ഏതെങ്കിലും ആൾക്കാർ ആരെങ്കിലും വേസ്റ്റ് ചെയ്യണത് കണ്ടാൽ, ആരെങ്കിലും വെള്ളം വേസ്റ്റ് ചെയ്യണത് കണ്ടാൽ അവരോട് നിങ്ങൾ പറയണം എന്ത്, നോ, ഡോണ്ട് ഡു ദാറ്റ് എന്ന് പറയാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം അല്ലേ? അതാണ് നെക്സ്റ്റ് ശരി. I inform the people concerned when I see wastage of water from broken public taps. അതുപോലെ തന്നെ നമ്മൾ പല റോഡുകളിൽ കൂടെയൊക്കെ പോകുമ്പോൾ ചില കാലങ്ങളിൽ കാണാം ഈ പബ്ലിക് ടാപ്പ് പൊട്ടി എങ്ങനെ വെള്ളം ഇങ്ങനെ പറന്ന് പോകണം അല്ലേ, മേളിക്കും താഴേക്കൊക്കെ ചീറ്റി പോകണത് കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് വാട്ടർ അതോറിറ്റിനെ അറിയിക്കണം. വി വാണ്ട് ടു ഇൻഫോം ദ പീപ്പിൾ കൺസേൺഡ് വിത്ത് ദാറ്റ്. ആരാണോ അതിനായിട്ട് കൺസേൺഡ് ആയിട്ടുള്ളത് അവരെ നമ്മൾ അറിയിക്കണം, വിവരം അറിയിക്കണം. പബ്ലിക് ടാപ്പൊക്കെ പൊട്ടിപ്പോയാൽ അറിയിക്കേണ്ട സ്ഥലങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അറിയിക്കണം, ഇൻഫോം ചെയ്യണം. അവിടെ അങ്ങനെ വെള്ളം പൊട്ടിപ്പോയി വെറുതെ പാഴായി പോകുന്നുണ്ട്, വെള്ളം വേസ്റ്റായി പോകുന്നുണ്ട്, വേഗം അത് വന്ന് ശരിയാക്കണം എന്ന് പറയണം. അതാണ് നെക്സ്റ്റ് റൈറ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് എന്നുള്ളതാണ് നെക്സ്റ്റ് ബോക്സിൽ പറയുന്നത്. വാട്ട് ഈസ് വെരി പ്രീഷ്യസ്, ഇറ്റ് ഈസ് ദ ബൂൺ ഓഫ് നാച്ചർ. അത് ബൂൺ എന്ന് പറയുന്നത് നമുക്ക് ദൈവം തന്ന എന്താണ്, നിധിയാണ്. നമുക്ക് ദൈവം തന്ന എന്താ പറയുക, ദാനമാണെന്ത്, പ്രകൃതിയുടെ ദാനം, പ്രകൃതി തന്ന ദാനമാണെന്ത്, വാട്ടർ. വി മസ്റ്റ് അവോയ്ഡ് സിറ്റുവേഷൻസ് ഓഫ് വേസ്റ്റിംഗ് വാട്ടർ. നമ്മൾ തന്നെ ആദ്യം ഇപ്പം നമ്മൾ പറഞ്ഞു മുകളിൽ കണ്ട മൈ റൈറ്റ് ആൻഡ് റോങ്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആ സിറ്റുവേഷൻസൊക്കെ അവോയ്ഡ് ചെയ്യണം. വേസ്റ്റിംഗ് വാട്ടർ വേസ്റ്റ് ആക്കണ എല്ലാ സിറ്റുവേഷൻസും നമ്മൾ അവോയ്ഡ് ചെയ്യണം. വി മസ്റ്റ് റിയലൈസ് ദാറ്റ് നത്തിങ് ക്യാൻ റീപ്ലേസ് വാട്ടർ. നമ്മൾ പറഞ്ഞു ജലമില്ല എന്നുള്ളൊരവസ്ഥ ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മളതിനെപ്പറ്റി ആദ്യം റിയലൈസ് ആവണം, നമ്മളതിനെപ്പറ്റി ബോധവാന്മാരാവണം. വെള്ളത്തിന് പകരം വെക്കാൻ വേറൊന്നുമില്ല. ഇപ്പം എത്ര ജ്യൂസ് കുടിച്ചാലും എത്ര എന്ത് കുടിച്ചാലും എന്തിനും വേണം എന്ത്, വാട്ടറില്ലാതെ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ലല്ലേ? ഒന്നിന് ആ വാട്ടറിന് പകരം വെക്കാൻ വേറെ ഒരു സാധനവും ഇല്ല. അത് നമ്മൾ തിരിച്ചറിയണം. എന്തൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്? വാട്ടർ ഈസ് വെരി പ്രീഷ്യസ് ആൻഡ് പ്യുവർ വാട്ടർ ഈസ് ആൾസോ എസെൻഷ്യൽ ഫോർ അവർ ഹെൽത്ത്. ഇംപ്യുവർ വാട്ടർ ആവാൻ നമ്മൾ എന്ത് ചെയ്യണം, അനുവദിക്കാതിരിക്കണം. We want to conserve the water and the water is the boon of nature. നമ്മുടെ പ്രകൃതിയുടെ വരദാനമാണ്. We want to avoid the situations of wasting water. We want to say no when pupils wasting water. We want to say no, don't do that. We must realize that nothing can replace water. വാട്ടറിന് പകരം വെക്കാൻ വേറെ ഒന്നുമില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഓക്കെ അല്ലേ? ഓക്കെ സ്റ്റുഡൻസ്, എല്ലാവരും മനസ്സിലാക്കിയെന്ന് വിചാരിക്കണോ? അപ്പോൾ ഈ ക്ലാസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.